ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കവായ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ നമുക്കിന്ന് ഹാൻഡ് മെയ്ഡ് കവായ് സ്റ്റിക്കർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് വരയ്ക്കാനൊന്നും അറിയത്തില്ലെങ്കിൽ പിൻട്രസ്റ്റ് എടുക്കുക, എന്നിട്ട് അത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഔട്ട്ലൈൻസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത്, നമുക്ക് വേണ്ട ആ ഒരു സ്റ്റിക്കർ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ടൊരു പേപ്പറിലോട്ടൊന്ന് നോക്കി വരയ്ക്കുക. അപ്പോൾ പെൻസിൽ കൊണ്ടാണ് ഞാനിത് ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എന്നിട്ട് അതിന് ശേഷം ഒരു ബ്ലാക്ക് കളർ പെന്ന് വെച്ചിരുന്ന ഔട്ട്ലൈൻ ഒന്ന് നന്നായിട്ടൊന്ന് കാണാവുന്ന രീതിയിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് നോക്കി കുറച്ച് ഔട്ട്ലൈൻസ് ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വരച്ചിരിക്കുന്നത് അക്രിലിക് പെയിൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ബുക്കിലോട്ടാണ് ഞാനിത് വരച്ചെടുത്തിരിക്കുന്നത്. അതിനാകുമ്പോൾ കുറച്ച് പേപ്പറിന് കട്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പെന്ന് കൊണ്ടൊന്ന് എല്ലാം ഒന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് കളർ കൊടുക്കണം. അപ്പോൾ നോർമൽ സ്കെച്ച് പെനാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരമാണെങ്കിൽ നമ്മൾ മാർക്കർ പെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് റൈറ്റ് സൈഡിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് മാർക്കർ പെൻസ്. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പം ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ നോർമൽ സ്കെച്ച് പെനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റിക്കേഴ്സും കളർ ചെയ്തെടുക്കണം. സ്റ്റിക്കേഴ്സിനെല്ലാം കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെലോ ടേപ്പാണ് വേണ്ടത്. എൻ്റെ ഇപ്പോൾ ഈ ഒരു ടേപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ട് നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സ്റ്റിക്കേഴ്സ് ഓരോന്നായിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കവർ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്റ്റിക്കർ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും കവർ ചെയ്തെടുത്തു. ഇനി ഓരോന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ ഓരോ സ്റ്റിക്കറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം സ്റ്റിക്കറിൻ്റെ അറ്റത്ത് കുറച്ച് വൈറ്റ് പേപ്പർ വിട്ടിട്ട് ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോക്കകത്ത് കാണുന്ന പോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സ്റ്റിക്കർ ഐഡിയാണിത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്ത് നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ബർത്ത്ഡേക്കാരൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കിത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്കൂൾ പ്രോജക്റ്റിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഡെസ്ക് ഓർഗനൈസർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റിക്കർ ഐഡിയ ആണ്. പിന്നെ നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും, നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഇതല്ലാതെ നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പല ടൈപ്പ് നമുക്ക് ഏതെങ്കിലും ആക്സസറീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഷേപ്പിലോ ഒക്കെ നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റിക്കേഴ്സൊക്കെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഈ ഞാനാണെങ്കിൽ ആ പെയിൻറ്റ് ബുക്കിൻ്റെ പേജിലോട്ട് തന്നെ ഞാനാണെങ്കിൽ വളരെ കുറച്ച് ഫെവിക്കോൾ ബാക്കിൽ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഓരോ സ്റ്റിക്കേഴ്സും. എന്നിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്കതൊന്ന് പയ്യെ ഒന്ന് പറിച്ചെടുക്കാവുന്നതുള്ളൂ. ഈസിയായിട്ട് പറഞ്ഞു പോരും. വളരെ കുറച്ച് ഒരു ചെറിയൊരു ഡോട്ട്സിൻ്റെ ആ ഒരു ഷേപ്പിൽ മാത്രമേ ഞാനാണെങ്കിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ സ്റ്റിക്കേഴ്സ് എല്ലാം പേപ്പറിലോട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പേപ്പറിലോട്ട്. അപ്പോൾ ഇന്നത്തെ ഹാൻഡ് മെയ്ഡ് കവായ് സ്റ്റിക്കർ മേക്കിംഗ് ഐഡിയ എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പറ്റുന്നവർക്ക് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ.